കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ മകൾ അഹാനയുടെ വിവാഹ ചടങ്ങുകൾ തുടങ്ങും എന്ന് കൃഷ്ണകുമാർ ഒരു അഭിമുഖത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിൻ്റെ മരണം കൂടി സംഭവിച്ചത്. ഇപ്പോഴിതാ ഇതിനെല്ലാം ശേഷം അങ്ങനൊരു സങ്കട വാർത്തയ്ക്കും ഒരു വിഷമത്തിനും ശേഷം സന്തോഷ വാർത്ത ചെറുതായി കുടുംബത്തിൽ എത്തിത്തുടങ്ങുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനിലേക്കും പാർട്ട് ടൈം നോൺ ഒഫീഷ്യൽ ഡയറക്ടറായി നിയമനം ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജി കൃഷ്ണകുമാറിനെ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പാർട്ട് ടൈം നോൺ ഒഫീഷ്യൽ ഡയറക്ടറായി നിശ്ചയിച്ചു എന്ന വാർത്തകൾ സ്ഥിരീകരിച്ച് പുറത്തു വന്നതിന് ശേഷം എല്ലാവരും ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആരാധകരുടെ പ്രീതി ഈ കുടുംബത്തിനുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു ചെറിയ സങ്കടം വന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയണം. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി എത്തിയിട്ടുള്ളത്. പ്രേക്ഷകരെല്ലാവരും ഇതിന് ആശംസകളും അറിയിക്കുന്നുണ്ട്. ജി കൃഷ്ണകുമാറിനെ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പാർട്ട് ടൈം നോൺ ഒഫീഷ്യൽ ഡയറക്ടറായി നിയമിച്ചത് വളരെയധികം തന്നെ നല്ല കാര്യം ആണ് എന്നും അദ്ദേഹത്തിന് പറ്റിയ ഒരു സ്ഥലം ആണ് എന്നും പ്രേക്ഷകർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അഹാന, ദിയ, ഇഷാനി, ഹൻസിക തുടങ്ങി സിന്ധു കൃഷ്ണ ഉൾപ്പെടെ പലരും ഈ ഒരു വാർത്തയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത്. എല്ലാവരും വളരെ സർപ്രൈസായി അറിഞ്ഞൊരു കാര്യമാണ് എന്നും തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് എന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പലരും ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെയാണ്. ഭാര്യാപിതാവിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് സിന്ധു തന്നെയാണ് എന്ന് നമുക്കറിയാം. കാരണം സിന്ധുവിൻ്റെ സഹോദരി ഇവിടെ അല്ലാത്തത് കൊണ്ട് തന്നെ അച്ഛൻ്റെ അരികിലേക്ക് എപ്പോഴും ഓടിയെത്താൻ സാധിക്കുന്നതും ഓടിയെത്തിയതും എല്ലാം സിന്ധു തന്നെയായിരുന്നു. അത് സിന്ധു ഒറ്റയ്ക്കല്ലായിരുന്നു. സിന്ധുവിനോടൊപ്പം ഒരു നിഴലായി തന്നെ കൃഷ്ണകുമാർ ഇത്രയും നാളും ഉണ്ടായിരുന്നു. സ്വന്തം മാതാപിതാക്കളെ പോലെ തന്നെ തൻ്റെ ഭാര്യയുടെ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് തെളിയിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം ഭൂമി വിട്ട് പോയതിൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണ് എന്ന് പറയാം. ഭൂമിയിൽ നിന്ന് ആത്മാക്കൾ പോകുന്നതിന് ശേഷമാണ് അവർക്ക് അതിനുള്ള ഏറ്റവും കൂടുതൽ കെൽപ്പ് കൂടുന്നത് എന്ന് പൊതുവെ പറയാറുണ്ട്. അത്തരം വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനം വെച്ചുകൊണ്ട് തന്നെയാണ് പലരും ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്ന് പറയാം. കൃഷ്ണകുമാറിൻ്റെ ഭാര്യാപിതാവിൻ്റെ അനുഗ്രഹമാണ് അദ്ദേഹത്തിനെ മരിക്കുന്നത് വരെയും ഒരു സ്വന്തം അച്ഛനെന്ന രീതിയിൽ ഈ മകൻ കൊണ്ടു നടന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിന്ധുവിൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം കൃഷ്ണകുമാറിനെ തേടി എത്തിയതെന്നും അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഇതിപ്പോൾ കാണുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.